ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആരതിയും ബിജുക്കുട്ടനും കൂടി ഇപ്പോൾ സച്ചിയെ തിരക്കി ആ ഒരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കാണുന്നത്. അയാൾ പറയുന്നുണ്ട്, ആ കാറിൽ വന്ന ആൾ കുറച്ച് മുന്നം ആ പാറയുടെ മുകളിൽ നിന്നും കടലിലേക്ക് എടുത്ത് ചാടിയെന്ന്. ഇത് കേട്ട് അലമുറയിട്ട് കരയുന്നുണ്ട് ആരതി. സച്ചി എന്തിനിങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് കരയുകയാണ് ആരതി. അവിടെ നിന്നും ചാടി ആരും തന്നെ ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല. അവിടെ മത്സ്യത്തൊഴിലാളികളും മറ്റുള്ളവരും എല്ലാവരും ഒരുപാട് സമയം തിരഞ്ഞു നോക്കി, പക്ഷേ കണ്ടു കിട്ടിയില്ല. ഇന്നാണെങ്കിൽ കടൽ വല്ലാതെ ഇളകിയിരിക്കുകയാണ്. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വണ്ടി അവർ വന്ന് കൊണ്ടുപോയിക്കോളും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആ ഗാർഡ്. എന്നാൽ ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ ആരതി. പോയല്ലോ ബിസ്കുട്ടാ, ഒരു തവണയെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ സച്ചി ഒന്ന് ഫോൺ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ആരതി കരയുന്നത്. ബിജുക്കുട്ടനെ എന്ത് ചെയ്യണമെന്നറിയാതെ ബിജുക്കുട്ടനും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വളരെയധികം സങ്കടത്തിലാണ് ബിജുക്കുട്ടനും. ഈ സമയം തന്നെ കമലയും കാണിക്കുന്നുണ്ട്. കമലയാണെങ്കിൽ സച്ചിയെ നോക്കി ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ സച്ചിയെയും കൊണ്ട് കടലിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ വലയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു സച്ചി. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്നും അവരൊരു ആംബുലൻസിലേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. തീർന്നെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ തന്നെ അവിടെ നിന്നും ചാടിയാൽ ആരെങ്കിലും ജീവനോടെ കിട്ടുമോ എന്നൊക്കെ ആ മത്സ്യത്തൊഴിലാളികൾ 2 പേരായിരുന്നു കൊണ്ടുപോയത്. അതിലൊരാൾ നിന്ന് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ സച്ചി കണ്ണു തുറന്നിരിക്കുകയാണ്. അവിടെ 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, ദേ ഡോക്ടറെ, അയാൾ കണ്ണു തുറന്നു എന്ന്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് സച്ചിയോട് ചോദിക്കുന്നു. സച്ചി ഒന്നും തന്നെ മിണ്ടുന്നില്ല. സച്ചിയുടെ പേരെന്താണ് എന്നൊക്കെ, തൻ്റെ പേരെന്താണെന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് സച്ചി. ഒന്നും ഓർമ്മയില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് ഇപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളിൽ ഒരാൾ പറയുന്നുണ്ട്, അയാൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കടലിലേക്ക് എടുത്ത് ചാടി. അയാൾ ചാടിയത് കടലമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വലയിൽ കുടുങ്ങി ഞങ്ങൾ ദേ ഇവിടെ എത്തിച്ചു എന്ന് അവർ പറയുന്നത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ടോ, ഓ അപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു അല്ലേ? അങ്ങനെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഒന്നും തന്നെ മിണ്ടുന്നില്ല. മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതിലൊരാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇയാളുടെ പേരെന്താ? അതോ കടലിൽ ചാടിയപ്പോൾ ഓർമ്മയും പോയോ? എടാ മകനെ, നീ പേടിക്കണ്ട, നിന്നെ രക്ഷിച്ചത് ഞങ്ങളാണ്, നീ ഇപ്പോൾ സേഫാണ് എന്നൊക്കെ അവരോട് ബഹളം വെച്ച് കിടന്ന് പറയുന്നത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അയാൾക്ക് ഓർക്കാനുള്ള സമയം കൊടുക്കുക. എന്തായാലും ഞങ്ങൾക്കിത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. ഇത് കേട്ട് അതിൽ എൽദോസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ഡോക്ടറെ, നമുക്കറിയാവുന്നവരല്ലേ, ഇങ്ങനെ പോലീസിലേക്ക് അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ എൽദോസ് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ബന്ധമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് വന്നു കഴിഞ്ഞാൽ പോലീസിനെ അറിയിച്ചേ പറ്റൂ. എന്തായാലും ഇയാളൊന്ന് നോർമൽ ആകുമ്പോൾ പേരും വിവരങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയും, എന്നിട്ട് എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഒന്നും തന്നെ മിണ്ടാതെ ഇപ്പോഴും സച്ചി വളരെയധികം സങ്കടത്തോടെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിലും ഉറങ്ങാതെ ഇങ്ങനെ സച്ചിയെക്കുറിച്ച് ആലോചിച്ച് ആ താലിമാലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ താലിയുടെ കൊളുത്ത് എപ്പോഴും ഇങ്ങനെ ഊരിപ്പോകുന്നു, ഇതിലെന്തോ ഒരു ദുർനിമിത്തമുണ്ട്, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അധികകാലം സമൃദ്ധിയുടെ വേഷം കെട്ടാൻ എനിക്ക് സാധിക്കില്ല. ഗൂഗിളിനോട് ക്ഷമ പറയുകയെന്നല്ലാതെ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. അധികം താമസിക്കാതെ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അർച്ചന. ശേഷം കാണിക്കുന്നത് ഗൂഗിളിനെയാണ്. ഗൂഗിൾ ഇങ്ങനെ വിഷമിച്ച് അവിടെ പുറത്ത് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അർച്ചന കതക് തുറന്ന് നോക്കുമ്പോൾ ഗൂഗിൾ അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഗൂഗിൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, എന്താടോ താനിതുവരെ ഉറങ്ങിയില്ലേ എന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇല്ല, എന്തോ ഒരു പരവേശം പോലെ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നു, എന്താടോ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, കുറച്ച് വെള്ളം കുടിച്ചാൽ മാറും എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചന താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് പോകുമ്പോഴും അർച്ചന താലിമാലയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഗൂഗിൾ ശ്രദ്ധിക്കുന്നു. ശേഷം ആരതിയും ബിജുക്കുട്ടനെയുമാണ് കാണിക്കുന്നത്. അവർ ഇപ്പോൾ സച്ചിയെയും തിരക്കി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. സച്ചി എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെയുള്ള സിസ്റ്റർ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ മുടങ്ങുമെന്നാണ് തോന്നുന്നത്. ഒരു പേരും അറിയാത്ത ഇയാളെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ കൊണ്ടുവന്നവർ സച്ചിയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആരതി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. സച്ചി എന്ന് പറഞ്ഞ് വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് ആരതി. എന്നാൽ സച്ചി കണ്ണു തുറക്കുന്നില്ല. നിങ്ങൾ ഇവരുടെ ബന്ധുക്കളാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ മത്സ്യത്തൊഴിലാളികൾ. ഉടനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന്. ആരായാലും മതി, ഇയാളുടെ ഊരും പേരുമൊന്നറിയാതെ ഞങ്ങളൊക്കെ ഭയന്നിരിക്കുകയായിരുന്നു എന്നവർ പറയുന്നത് കേട്ട് ആരതി പറയുന്നുണ്ട്, ഇത് സച്ചി എൻ്റെ കൂട്ടുകാരനാണ് എന്നിങ്ങനെ പറയുന്നു. അല്ല, നിങ്ങളാരാ എന്ന് എൽദോസ് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഞാൻ അഡ്വക്കേറ്റ് ആരതി വർമ്മ.
ഓ വക്കീലാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എൽദോ. ഈ സമയം അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. മേഡം എന്താ ഇവിടെ എന്നിങ്ങനെ ആരതിയോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. ഉടനെ ആരതി പറയുന്നുണ്ട്, മേഡം ഇത് എൻ്റെ സുഹൃത്താണ് സച്ചി. സച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ആരതി. പേഷ്യൻ്റ് അതിനോട് റെസ്പോൺസ് ചെയ്യുന്നില്ല. കുറച്ചു മുമ്പ് ബോധം വന്നു എന്നല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണോ എന്ന് ആരതി ചോദിക്കുന്നു. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ അവസ്ഥയിൽ സർവൈവ് ചെയ്തത് തന്നെ വലിയ കാര്യമാണ് എന്ന് ഡോക്ടർ ആരതിയോട് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം. ഇപ്പോൾ എന്തായാലും ധൈര്യമായിട്ടിരിക്കൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. ബിജുക്കുട്ടൻ അങ്ങനെ ഇപ്പോൾ അവിടുത്തെ ആ മത്സ്യത്തൊഴിലാളികളെയും വിളിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് ആരതി ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആരതി ആവുന്നത്ര സച്ചിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചി കണ്ണ് തുറക്കുന്നില്ല. സച്ചി കണ്ണ് തുറക്കുക, ഇത് ഞാനാണ്. ഇങ്ങനെ തോറ്റു കൊടുക്കാനാണോ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് എന്നൊക്കെ ആരതി ഇങ്ങനെ പറയുന്നു. എന്നിട്ട് വീണ്ടും സച്ചിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബിജുക്കുട്ടൻ അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ അവർ പറയുന്നുണ്ട്, കടലിൽ വീണപ്പോൾ ഞങ്ങളുടെ വലയിൽ കുടുങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ കയറ്റി അങ്ങനെ ഇവിടെ എത്തിച്ചു എന്നൊക്കെ അവർ പറയുന്നു. അവനൊരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് ബിജുക്കുട്ടൻ കുറച്ച് പൈസ എടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്. എൽദോയുടെ കയ്യിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നാൽ എൽദോ പറയുന്നുണ്ട്, അനിയൻ ഇത് കയ്യിൽ വെച്ചോ, ഇത് വാങ്ങിയാൽ ഞങ്ങൾക്കത് ഇറങ്ങില്ല. പാവങ്ങളാണെങ്കിലും ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിപ്പോൾ അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സച്ചി ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുകയാണ്. ഇത് കണ്ട് ആരതി ചോദിക്കുന്നുണ്ട്, സോറി, സച്ചി കരയുന്നുണ്ട്. ഇത് കണ്ട് ആരതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി കാണിച്ചത്? ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്നിട്ട് സച്ചിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലേ? ആരോട് ഈ വാശി കാണിക്കുന്നത്? എന്നോടാണോ അതോ അർച്ചനയോടോ? അതിന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എല്ലാം നേരെയാകാൻ തുടങ്ങുമ്പോഴാണ് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയും സച്ചി സംസാരിക്കുന്നില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. ഉടനെ സച്ചി ഇപ്പോൾ ആരതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. വക്കീൽ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് സച്ചി. ഉടനെ സച്ചി എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും ഇരിക്കുകയാണ് ആരതി. മരിക്കണമെന്ന് കരുതിയാണ് ഞാൻ കടലിലേക്ക് എടുത്ത് ചാടിയത്. മടുത്തു, ഇനി ജീവിക്കണ്ട എന്ന് തോന്നി. ഇനിയും ജീവിച്ചിട്ട് എന്തിനാ? കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഞാനൊരു പരിഹാസപാത്രമാകും. എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതിലും നല്ലത് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട്, എന്താ സച്ചി പറയുന്നത്? ഞാൻ സച്ചിക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമാണോ? ഒരു സുഹൃത്ത് ബന്ധവും അതിലുപരി ഒരു ഹൃദയബന്ധവും ഇല്ലേ നമ്മൾ തമ്മിൽ? സച്ചിക്ക് ഞാൻ ഇത്രയും അന്യയാണോ? എനിക്കിത് സഹിക്കുന്നില്ല, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആരതി കരയുന്നു. സാരമില്ല, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി. സച്ചി ഞങ്ങൾക്ക് വേണം എന്നൊക്കെ ഇപ്പോൾ ആരതി പറയുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സച്ചിക്ക് വേണ്ടി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയാണ് അർച്ചന. സച്ചിയേട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചത് ഞാൻ കാരണമാണെന്ന് എനിക്ക് നന്നായി അറിയാം. അന്ന് ഞാൻ അവിടെ വെച്ച് അങ്ങനെ പ്രതികരിച്ചത് സച്ചിയേട്ടന് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. സച്ചിയേട്ടനൊരു പോറൽ പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ തിരിച്ച് സച്ചിയേട്ടനെ ജീവിതത്തിലേക്ക് എത്തുന്നത് വരെ ഒരബദ്ധവും ഇനി സച്ചിയേട്ടൻ്റെ മനസ്സിൽ തോന്നിക്കരുതേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അർച്ചന. ഈ സമയം അർച്ചനയുടെ അടുത്തേക്ക് ഗൂഗിളും വരുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചിക്ക് ഇപ്പോൾ ഡിസ്ചാർജ് എഴുതിയിരിക്കുകയാണ്. റെസ്റ്റ് എടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ പേരിൽ കേസെടുക്കേണ്ടതാണ്. പിന്നെ ഈ വക്കീലിനെയും കൊണ്ടുവന്ന എൽദോയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇയാൾക്ക് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. ഇനിയും ഇങ്ങനെയൊന്ന് കാണിച്ച് ഇവിടേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ആ ഡോക്ടർ ഒരു പാവമായതുകൊണ്ട് ഉപദേശത്തിൽ നിർത്തി, ഇല്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ ആരതി ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്. സച്ചി എന്നൊന്നും മിണ്ടാത്തത്? ചെയ്തത് മണ്ടത്തരമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് സച്ചിയോട് ആരതി ചോദിക്കുമ്പോൾ, ചെയ്തത് മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സച്ചി പറയുന്നു. അഹങ്കാരം കാണിച്ചിട്ട് വീണ്ടും ഇങ്ങനെ സംസാരിക്കരുത്. സച്ചിയെക്കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുന്നവരെ ആലോചിച്ചില്ലല്ലോ. അർച്ചനയ്ക്ക് ഒരു പക്ഷേ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടി നാളെ ഒരു ദിവസം തിരികെ വീട്ടിലേക്ക് വന്നാലോ സച്ചി ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞാൽ അർച്ചനയുടെ അവസ്ഥ എന്താകും? സ്വന്തം അച്ഛനെ കാണാൻ ആ അമ്മയുടെ കൈപിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സ്വന്തം അച്ഛനെ ഒന്ന് കാണാനും ആ കുഞ്ഞിന് കാണില്ലേ ആഗ്രഹങ്ങൾ? അതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലേ സച്ചിക്ക്? സച്ചി കുറച്ച് ക്ഷമ കാണിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ കാണിച്ചാൽ മതി എന്നൊക്കെ ആരതി പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ മാത്രം ക്ഷമ കാണിച്ചാൽ പോരല്ലോ, മറ്റുള്ളവരും എന്നോടത് കാണിക്കണ്ടേ? എൻ്റെ ഭാര്യ എന്നെ തിരിച്ചറിയുന്നില്ല. എൻ്റെ മകൾ മറ്റൊരാളെ അച്ഛ എന്ന് വിളിക്കുന്നു. അവരെ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആർക്കും മനസ്സുമില്ല. ഒരു വിഡ്ഢിയെപ്പോലെ എല്ലാം കണ്ട് ഞാൻ ജീവിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ആത്മഹത്യയല്ലാതെ മറ്റെന്ത് വഴിയാണ് എൻ്റെ മുന്നിലുള്ളത്? വക്കീലൊന്ന് പറഞ്ഞതാ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉപദേശിക്കാനും കുറ്റം പറയാനും സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്ന പറയാനുമൊക്കെ 1000 പേര് കാണും.
പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് സംഭവിക്കണം, അപ്പോൾ അറിയാം അതിലെത്രമാത്രം പ്രശ്നമുണ്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മതി എന്ന് ആരതി പറയുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അത് നമ്മളിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് അർച്ചനയും കുഞ്ഞും. സച്ചിക്ക് വേണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അവർ സച്ചിയുടെ അടുത്തേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിപ്പോൾ സമാധാനപ്പെടുത്തുന്നുണ്ട് സച്ചിയെ. ആരതി പറഞ്ഞ ഈ വാക്കുകളൊക്കെ കേട്ട് ഇങ്ങനെ കുറച്ച് സമാധാനത്തോടെ ഇരിക്കുകയാണ് സച്ചി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.